ഞങ്ങൾക്ക് നീ ഒരുത്തി മാത്രമല്ല മകളായുള്ളത്, ഇനി ഒരാളും കൂടിയുണ്ട്. നിന്റെ മൂത്തത് ഒരാൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ കാര്യങ്ങൾക്കും ഞങ്ങൾ തന്നെ വേണം. ഇതൊന്നും നിന്നോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നാലും ഞങ്ങൾ നിന്റെ മാതാപിതാക്കളല്ലേ. ഞങ്ങളോളം നിന്നെ മനസ്സിലാക്കാൻ വേറൊരാൾക്കും കഴിയില്ലല്ലോ. അതുപോലെ തന്നെ ഞങ്ങളെ മനസ്സിലാക്കാൻ നിന്റെ അത്രയും മിടുക്കും കഴിവുമൊന്നും മറ്റുള്ളവർക്കും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് മോൾ അനുസരിക്കണം. കഴിഞ്ഞതൊക്കെ മറക്കണം. നമ്മുടെ കുടുംബത്തിൻ്റെ നല്ലതിനു വേണ്ടിയല്ലേ. തനിക്ക് മുന്നിൽ നിന്നൊരപേക്ഷ പോലെ കാര്യങ്ങൾ പറയുന്ന അമ്മയെ നോക്കി നിൽക്കെ കവിതയുടെ ഉള്ളിൽ നിന്ന് 1000 ചോദ്യങ്ങൾ അമ്മയ്ക്ക് നേരെ ഉയർന്നു വന്നെങ്കിലും അമ്മയ്ക്കരികിൽ ശാന്തതയോടെ ഇരിക്കുന്ന അച്ഛൻ്റെ കണ്ണിലെ തിടുക്കവും മുഖത്തുള്ള അനേക ഭാവങ്ങളും അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അവളൊന്നും മിണ്ടാതെ റൂമിലേക്ക് കയറിപ്പോവാനൊരുങ്ങിയതും അമ്മയ്ക്കരികിലിരുന്ന അച്ഛൻ കസേര പിന്നിലേക്ക് കാലുകളാൽ തട്ടിയെറിഞ്ഞെണീറ്റു. കവിതേ! ദേഷ്യത്തോടെയുള്ള അച്ഛൻ്റെ വിളിയിൽ അവൾ തിരിഞ്ഞു നിന്ന് അയാളെ നോക്കി. നീ എന്താടി എന്നെ നോക്കി പേടിപ്പിക്കുകയാണോ? മാസങ്ങൾ കുറച്ചായി ഈ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും നശിച്ചിട്ട്. അല്ല, നീ നശിപ്പിച്ചിട്ട്. ഇനി അത് പറ്റില്ല. ഇന്ന് 2-1 അറിഞ്ഞേ പറ്റൂ. ഞങ്ങൾ പറഞ്ഞ കാര്യത്തിനൊരു ഉത്തരം തന്നിട്ട് പോയാൽ മതി. നീ ഇനി അകത്തേക്ക്. അച്ഛൻ എന്താ പറഞ്ഞത്? ഞാൻ ഈ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും കളഞ്ഞെന്നോ? അച്ഛൻ ഒരിക്കൽ കൂടി സ്വന്തം നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ ഞാനാണ് ഈ വീടിൻ്റെ സ്വസ്ഥത കളഞ്ഞതെന്ന്? കവിതയുടെ സ്വരമുയർന്നു. എന്താടി നീ അച്ഛന് നേരെ ശബ്ദമുയർത്തുന്നത്? നീയാണ് ഈ കുടുംബത്തിൻ്റെ സ്വസ്ഥതക്കേടെന്ന് അച്ഛൻ ഒരിക്കലല്ല പലവട്ടം വിളിച്ചു പറയും. അച്ഛൻ മാത്രമല്ല, ഞങ്ങളും. നീ എന്തു ചെയ്യും ഞങ്ങളെ? പിഴച്ചവൾ നിന്ന് ചിലക്കുന്നത് കണ്ടില്ലേ? കവിത അച്ഛനു നേരെ ശബ്ദമുയർത്തിയതും അകത്തു നിന്നും ഇറങ്ങി വന്ന അവളുടെ ചേട്ടൻ വിജേഷ് അവളുടെ നേരെ തിരിഞ്ഞു. അച്ഛനൊപ്പം ചേർന്ന് തനിക്ക് നേരെ കയർക്കുന്ന ചേട്ടനെ കണ്ടതും കവിതയുടെ മുഖത്തൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. എന്താടി നിനക്കൊരു പരിഹാസ ചിരി? അല്ല, ചേട്ടൻ എന്നെ വിളിച്ച പേര് കേട്ട് ചിരിച്ചു പോയതാ ഞാൻ, അല്ലാതെ പരിഹസിച്ചതൊന്നുമല്ല. പിഴച്ചവള് കൊള്ളാം, നല്ല പേരാണ് ചേട്ടാ അത്. ചേട്ടൻ തന്നെ അത് വിളിക്കുകയും വേണം. പറഞ്ഞു നിർത്തിയപ്പോൾ കവിതയുടെ ശബ്ദമിടറി. അടക്കി നിർത്താൻ ശ്രമിച്ചിട്ടും അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. നെഞ്ചിലൊരു കടലിരമ്പുന്നത് പോലെ. ഞാൻ വിളിച്ചതിലാണിപ്പോൾ തെറ്റ് അല്ലേ? ഈ നാട്ടുകാർ മുഴുവൻ ഒളിഞ്ഞും തെളിഞ്ഞും നിന്നെ ഇപ്പോൾ വിളിക്കുന്നത് ആ പേര് തന്നെയാണ്. നാണക്കേട് കൊണ്ട് മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. എല്ലാറ്റിനും ഒരു പരിഹാരം എന്ന നിലയിലാണ് വീട്ടിത്തോട്ടത്തെ രമേശൻ്റെ ആലോചന വന്നത് നിനക്ക്. ഈ കുടുംബത്തിന് നാണക്കേട് മാറും, നിനക്കൊരു ജീവിതവുമാവും എന്ന് കരുതിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ 3-4 പേർ നിന്റെ ഒരു സമ്മതത്തിനായി കാത്തു നിൽക്കുന്നത്. അപ്പോഴാണ് അവൾ. വീട്ടിത്തോട്ടത്തിലെ രമേശൻ്റെ ആലോചന. നിങ്ങളുടെ നാണക്കേട് മാറാനും എനിക്കൊരു ജീവിതമാക്കാനും നിങ്ങൾ കണ്ടെത്തിയ വഴി കൊള്ളാം. പക്ഷേ എനിക്ക് ആ ജീവിതം വേണ്ട. അതുകൊണ്ട് തന്നെയാ കല്യാണവും. എന്താടി നിനക്ക് ആ ബന്ധം വേണ്ടാത്തത്? പിന്നെ നിന്നെ കെട്ടാൻ ഏത് രാജകുമാരൻ വരുന്ന നീ കരുതുന്നത്? അച്ഛൻ അവളുടെ നേരെ ചീറ്റി. ആരും വന്നില്ലെങ്കിലും ശരി, അയാളെ എനിക്ക് വേണ്ട. കുറേ സമ്പത്തുള്ളതിൻ്റെ പേരിൽ നാട്ടിലും വീട്ടിലും അയാൾ കാണിക്കുന്ന തോന്നിയാസങ്ങൾ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരാളെ കെട്ടാനാണ് എന്നോട് നിങ്ങൾ ഈ പറയുന്നത്. ഓ, നീ വലിയ പുണ്യാളത്തി. അവൻ തോന്നിയാസം കാണിക്കുന്നുണ്ടെങ്കിൽ അതാരും അറിയാതെയാണ്. പക്ഷെ നീയോ, ഉടുതുണിയില്ലാതെ നീ തെക്കേ വയലിൽ കിടന്നതിൻ്റെ ഫോട്ടോ ഇവിടെയുള്ള ഓരോ ചെക്കന്മാരുടെ ഫോണിലും ഇപ്പോഴും ഉണ്ടാകും. ദേഷ്യത്തിൽ അച്ഛൻ പറഞ്ഞത് കേട്ടതും കവിതയുടെ കണ്ണിൽ ഒരഗ്നി ആളിക്കത്തി. ദേ, നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. നിങ്ങൾ അച്ഛനും മോനും കൂടി എന്താണ് ഈ പറയുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ? കാര്യങ്ങൾ സാവധാനം അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം നിങ്ങൾ വെറുതെ. അച്ഛൻ്റെ വാക്കുകൾ അതിരു കടന്നത് മകളിൽ വരുത്തിയ മാറ്റം ശ്രദ്ധിച്ച അമ്മ ഇരു കൂട്ടർക്കും ഇടയിൽ കയറി. അമ്മ തടയണ്ട, അച്ഛൻ പറയട്ടെ. കുറച്ച് ദിവസമായി ഇവൾ ബാക്കിയുള്ളവരെ ഇട്ട് വട്ടുതട്ടുന്നു. ഇവളുടെ ഒരു സമ്മതമൂളലിനായി നമ്മൾ താഴ്ന്നു കൊടുക്കുമ്പോൾ നശിച്ചവൾ തലയിൽ ചവിട്ടുന്നോ? അച്ഛൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇപ്പോഴും ഇവിടെയുള്ള പലരുടെയും കയ്യിലുണ്ട് ആ ഫോട്ടോ. ചേട്ടൻ്റെ കയ്യിലുണ്ടോ? പെട്ടെന്നുള്ള കവിതയുടെ ചോദ്യം കേട്ടതും വിജേഷ് ഒന്ന് പകച്ചു. എന്താടി പിഴച്ചവളെ നീ ചോദിച്ചത്? അവൻ അവൾക്ക് നേരെ കൈവീശിച്ചെന്നു. തൊട്ടുപോകരുതെന്നെ. എന്നെ തല്ലാനോ ഉപദേശിക്കാനോ ഉള്ള യോഗ്യതയൊന്നും നിങ്ങൾക്കാർക്കുമില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞ ഫോട്ടോ, അത് കാര്യം ശരിയാണ്. അങ്ങനെയൊരു ഫോട്ടോ ഇവിടെ എല്ലാവരുടെ കയ്യിലും കാണും. അത് പക്ഷേ ഒരിക്കലും കാമമൂത്ത് സ്വന്തം നഗ്നശരീരം മറ്റുള്ളവർക്കായി തുറന്നു വെച്ചവളായിട്ടല്ല. ഉത്സവ പിറ്റേന്ന് ആരൊക്കെയോ ചേർന്ന് പിച്ചിച്ചീന്തി കൊല്ലാറാക്കി തെക്കേ വയലിൽ ഉപേക്ഷിച്ച ഒരു ശരീരമായിട്ടാവും. കവിതയുടെ വാക്കുകളിൽ തീയാളവെ ശബ്ദമുയർത്താൻ പറ്റാതെ പതറി ബാക്കിയുള്ളവർ. 2 മക്കളിൽ മൂത്തവനായ ആൺകുട്ടിയെ നിങ്ങൾ കൂടുതൽ ലാളിച്ചതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമായിരുന്നു അത്. അല്ലാന്നും പറയാൻ പറ്റുമോ അച്ഛനും അമ്മയ്ക്കും? കവിതയുടെ നോട്ടം തങ്ങളിൽ പതിച്ചതും അച്ഛനും അമ്മയും അവളിൽ നിന്ന് തങ്ങളുടെ നോട്ടം മാറ്റി. നേരവും സമയമില്ലാതെ നീ തോന്നിയാസം കാണിച്ച് നടന്നതിന് എന്നെ കുറ്റം പറയുന്നോടി അസത്തെ. വിജേഷ് കവിതയ്ക്ക് നേരെ ശബ്ദമുയർത്തിയെങ്കിലും അതിനൊട്ടും തന്നെ ശക്തിയുണ്ടായിരുന്നില്ല. ഞാൻ എന്ത് തോന്നിയാസമാണ് ഏട്ടാ കാണിച്ചത്?
പഠിച്ചൊരു നിലയിലെത്തണമെന്ന്, സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അന്യൻ്റെ വീട്ടിലേക്ക് കെട്ടിക്കയറി ചെല്ലാനുള്ളവൾക്ക് അധിക പഠിപ്പ് വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങൾ ചേട്ടനെ മാത്രം നല്ല നിലയ്ക്ക് പഠിപ്പിച്ചു. സ്വന്തം കാലിൽ നിൽക്കാനും പഠിക്കാനുമുള്ള വാശി എനിക്കുണ്ടായത് ഈ വീട്ടിൽ നിങ്ങൾ കാണിക്കുന്ന വേർതിരിവ് കണ്ടിട്ട് തന്നെയാണ്. ആണിനും പെണ്ണിനും രണ്ടാണ് നിയമമെന്ന് എന്നെ കുട്ടിക്കാലം മുതലേ പറഞ്ഞു പഠിപ്പിച്ചിരുന്ന അമ്മ മറന്നുപോയൊരു കാര്യമുണ്ട്. അമ്മയും ഒരു പെണ്ണാണെന്ന്. പഠനത്തിന് ആവശ്യമായ പണം ഉണ്ടാക്കാനാണ് ഞാൻ ക്ലാസ് കഴിഞ്ഞുള്ള കുറച്ചു സമയം കോളേജിനടുത്തുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു തുടങ്ങിയത്. എൻ്റെ ആദ്യ ചെറുത്തുനിൽപ്പ്. പാടത്തമ്പലത്തിലെ ഉത്സവത്തിൻ്റെ അന്ന് റോഡെല്ലാം ബ്ലോക്കാവുമെന്നും ഞാൻ എത്താൻ വൈകിയാൽ എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ തെക്കേ വയലിലേക്ക് വരണമെന്നും ഞാൻ അച്ഛനോടും ഏട്ടനോടും പറഞ്ഞതല്ലേ? ഇവരെ പറഞ്ഞു വിടാൻ മറക്കല്ലേന്ന് അമ്മയോടും പറഞ്ഞതല്ലേ? എന്നിട്ട് വന്നോ നിങ്ങൾ ആരെങ്കിലും? നിങ്ങളിലൊരാൾ എന്നെ തിരഞ്ഞു വന്നിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ ആയിട്ട് ഇവിടെ ഒരാളുടെയും ഫോണിൽ ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ കടമകൾ മറന്നപ്പോൾ നഷ്ടപ്പെട്ടത് എനിക്കാണ്, എൻ്റെ ജീവിതമാണ്. അഗ്നിയേക്കാൾ ചൂടായിരുന്നു കവിതയിൽ നിന്നുതിർന്ന ഓരോ വാക്കുകൾക്കും. തിരിച്ചൊന്നും പറയാൻ കഴിയാതെ മറ്റുള്ളവർ നിശബ്ദരായി. വയലിൻ കരയിൽ ബസ്സിറങ്ങിയ ഞാൻ നിങ്ങളെ ആരെയും അവിടെ കാണാത്തതുകൊണ്ട് നിങ്ങളെ രണ്ടാളെയും ഫോണിൽ വിളിച്ചില്ലേ? നിങ്ങളിൽ ഒരാളെങ്കിലും എൻ്റെ ഫോൺ എടുത്തോ? ഉത്സവം ആഘോഷമാക്കി കുടിച്ച് ബോധം മറഞ്ഞ നിങ്ങളുടെ മനസ്സിലെവിടെ ഞാൻ? അല്ലേ? എന്തു ചെയ്യണമെന്നറിയാതെ ആ ഇരുട്ടിൽ പേടിച്ചവിടെ നിൽക്കുന്നതിനിടയിൽ തലയ്ക്ക് പിന്നിലൊരടി കിട്ടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ബോധം വരുന്നത് 4 ദിവസം കഴിഞ്ഞ് ആശുപത്രിയിൽ വെച്ചാണ്. അന്ന് അവിടെ വെച്ച് ഡോക്ടർ പറയുമ്പോഴാണ് എനിക്കെന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അറിയുന്നത് പോലും. ആരെന്നോ എന്തെന്നോ അറിയാത്ത കുറേ പിശാചുക്കൾ കശക്കിയെറിഞ്ഞ ഒരു ഇരയായി പുറം ലോകത്തിന് ഞാൻ മാറിയെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം എൻ്റെ മനസ്സിൽ എന്തായിരുന്നെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പലരും പല കഥകൾ മെനഞ്ഞു എന്നെപ്പറ്റി. ആരോടും നിങ്ങൾ തിരുത്തി പറഞ്ഞില്ല. നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് എനിക്കത് സംഭവിച്ചതെന്ന്, നിങ്ങളുടെ തെറ്റിൻ്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എവിടെ? അല്ലേ? നിങ്ങൾക്ക് തിരക്കായിരുന്നില്ലേ? പണം പിരിക്കുന്ന തിരക്ക്, പ്രാണന് വേണ്ടി പിടയുന്നവൾക്ക് നാട്ടുകാർ തന്ന പണത്തിൻ്റെ കണക്കെടുക്കുന്ന തിരക്ക്, നാട്ടുകാരുടെ മുമ്പിൽ എല്ലാം തകർന്നവരായി നിൽക്കാനുള്ള തിരക്ക്. ഒരിക്കലെങ്കിലും എന്നെ ചേർത്ത് നിർത്തി സാരമില്ല മോളെ എന്ന് പറയാനുള്ള മനസ്സുപോലും നിങ്ങൾക്കാർക്കും ഉണ്ടായില്ല. പകരം എന്നെ വെച്ച്, എൻ്റെ അവസ്ഥ വെച്ച് എങ്ങനെയെല്ലാം പണമുണ്ടാക്കാം എന്നായിരുന്നു നിങ്ങൾ ചിന്തിച്ചത്. അങ്ങനെ ഒരു ചിന്തയിലൂടെ നിങ്ങൾ കണ്ടെത്തിയതാണ് ഈ കല്യാണവുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയെല്ലാം എനിക്കുണ്ട്. എന്നെ അയാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും എന്നല്ലാതെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ആരും ചിന്തിക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം എങ്ങനെയാവണമെന്ന് ഇനി ഞാൻ തീരുമാനിച്ചോളാം. പറഞ്ഞു നിർത്തിയതും ചുറ്റുമുള്ളവരെ ഒന്ന് നോക്കിയിട്ട് കവിത മുറിക്കുള്ളിലേക്ക് പോയി. കവിതയുടെ വെട്ടിത്തുറന്നുള്ള സംസാരത്തിൽ നിന്നു തന്നെ തങ്ങളുടെ പദ്ധതികളെല്ലാം പാളിയിരിക്കുന്നുവെന്ന് വിജേഷിനും അച്ഛനും മനസ്സിലായി. തങ്ങളുടെ അശ്രദ്ധ മൂലം ജീവിതം നഷ്ടപ്പെട്ട അവളെപ്പറ്റി അവരാരും ഓർക്കാറില്ല. അവളിലൂടെ, അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയിലൂടെ തങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുത്തിരുന്ന അവർക്ക് കവിതയുടെ തുറന്നടിച്ചുള്ള സംസാരം തികച്ചുമൊരു അടിയായിരുന്നു. വീട്ടിത്തോട്ടത്തിൽ രമേശന് അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ കിട്ടുമായിരുന്ന നേട്ടങ്ങൾക്ക് മേൽ വീണ ശക്തമായ ഒരു തിരിച്ചടി. ഇനി എന്തായിരിക്കുമടാ അവളുടെ തീരുമാനം? അവളെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമോ? അച്ഛൻ്റെ പരിഭ്രമം കലർന്ന ചോദ്യത്തിന് ഒരു പരിഹാസ ചിരിയായിരുന്നു വിജേഷിൻ്റെ മറുപടി. അവൾക്ക് എന്ത് പ്ലാനും പദ്ധതിയുമാണച്ചാ? ഈ വീടിന് പുറത്തിറങ്ങാനോ ആളുകളുടെ മുഖത്ത് നോക്കാനോ ധൈര്യമില്ലാത്ത അവൾക്കല്ലേ പദ്ധതിയും പ്ലാനും? അച്ഛൻ ചുമ്മാ ടെൻഷനാവണ്ട. അത് ചേട്ടൻ പറഞ്ഞത് സത്യമാണ്. പെട്ടെന്ന് അവിടേക്ക് വന്ന് കവിത പറഞ്ഞതും അവർ അവളെ നോക്കി. പുറത്തേക്ക് പോവാൻ ഒരുങ്ങിയ വേഷത്തിൽ കയ്യിലൊരു ബാഗുമായി കവിത. നീ ഇത് എവിടേക്കാ? അമ്മയുടെ പരിഭ്രമം കലർന്ന ചോദ്യത്തിന് വിഷാദം കലർന്നൊരു പുഞ്ചിരി മറുപടിയായി നൽകി കവിത. ജീവിതത്തിൽ തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടന്നപ്പോൾ ജീവിതം തീർന്നെന്ന് കരുതി ഈ വീടിനുള്ളിൽ ഒതുങ്ങിപ്പോയവളാണ് ഞാൻ. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നെ പിന്നിൽ നിന്ന് അടിച്ചു വീഴ്ത്തി എൻ്റെ ശരീരം പേപ്പട്ടിയെപ്പോലെ കടിച്ചു കുടഞ്ഞവരും ഈ വീട്ടിൽ എനിക്ക് ചുറ്റുമുള്ള നിങ്ങളുമെല്ലാം ഒരേ തരക്കാരാണെന്ന്. ഞാനെന്ന പെണ്ണിനെ വെറും ശരീരമായി കണ്ടവരാണ് അവരും നിങ്ങളും. അവർ അവർക്കുള്ളത് നേടി. നിങ്ങൾ എന്നിലൂടെ, എൻ്റെ ശരീരത്തിലൂടെ പലതും നേടാൻ ശ്രമിക്കുന്നു. ഇപ്പോഴും ഇനിയും നിങ്ങളുടെ നേട്ടങ്ങൾക്ക് കാരണക്കാരിയായി ഇവിടെ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ നോക്കി പരിഹാസത്തിലോ അല്ലാതെയോ ചിരിക്കുന്ന ഒരാളുടെ മുമ്പിലും ഞാനിനി തളരില്ല. കാരണം ഞാൻ അവരുടെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് നിങ്ങളെപ്പോലെ മനസാക്ഷി നശിച്ചവർക്കിടയിൽ നിന്നാണ്. അപ്പോൾ ശരി, വീണ്ടും ഒരു കൂടിക്കാഴ്ച ഇല്ലാതിരിക്കട്ടെ നമ്മൾ തമ്മിൽ. പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്കിറങ്ങിയ കവിത ഒരു നിമിഷം ഒന്ന് നിന്നു. പറയാൻ മറന്നു. എനിക്ക് മുന്നോട്ട് ജീവിക്കാനും എൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനും ആവശ്യമായ പണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എടീ, കവിത പറഞ്ഞതും വിജേഷ് ഒരു ഞെട്ടലോടെ അവൾക്കരികിലേക്ക് പാഞ്ഞു ചെന്നു.
കൂടെ അച്ഛനും. അടുത്തേക്ക് വരരുത്. കയ്യിലെ ഫോൺ ഉയർത്തിക്കാട്ടി കവിത പറഞ്ഞു. ദാ ഇതിലെല്ലാം ലൈവായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെപ്പോലൊരു പെൺകുട്ടി വീട്ടുകാരുടെ സപ്പോർട്ടില്ലാതെ പുറത്തേക്കിറങ്ങാൻ തീരുമാനിച്ചെങ്കിൽ അതിനൊരു കാരണമുണ്ടാവുമെന്ന് എനിക്ക് ചുറ്റുമുള്ളവർ അറിയണം. അതുകൊണ്ട് നമ്മൾ തമ്മിൽ സംസാരം തുടങ്ങിയപ്പോഴേ ഫോൺ ലൈവിലായിരുന്നു. ഏട്ടൻ്റെ ഭാഷയിലെ പിഴച്ചവളുടെ ലൈവല്ലേ, കാഴ്ചക്കാർ ഏറെ ഉണ്ടാവും. എന്നെ തൊട്ടാൽ കളി മാറും. പിന്നെ നിങ്ങൾ ദണ്ണിച്ചുണ്ടാക്കിയ കാശൊന്നും ഞാൻ എടുത്തിട്ടില്ല. എന്നെ വിറ്റും വിൽക്കാമെന്ന് പറഞ്ഞും നിങ്ങൾ നേടിയ പണം എൻ്റെ പണം, അതേ ഞാൻ എടുത്തുള്ളൂ. അപ്പോൾ ശരി. മുഖം നിറയെ പരിഹാസച്ചിരിയുമായി കവിത നടന്നു മറയുമ്പോൾ ലോകമറിയുകയായിരുന്നു, ഒരിക്കൽ ഇരയാക്കപ്പെട്ടവൾ ഉണർന്നെണീറ്റാൽ തീരാവുന്നതേയുള്ളൂ പല മുഖംമൂടികളുമെന്ന്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.